ഞാൻ കമ്പ്യൂട്ടർ ലോക്കൽ റെക്കോർഡിംഗ് ആയിരിക്കും അവൈലബിൾ ആവുക എന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ, അത് എന്താണെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല അത്. എല്ലാവർക്കും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും അതൊരു റെക്കോർഡിങ്ങിന്റെ ഒരു ഇഷ്യൂ ഇങ്ങനെ വരുന്നുണ്ട്. ശരണ്യ, താങ്ക് യു. ഞാൻ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ ഫോട്ടോസ്. ഓക്കെ, ഇനി അപ്പോൾ ഓട്ടിസം എന്താണ് സ്പെക്ട്രം എന്ന് മനസ്സിലാക്കുക. ഇത് PSC പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പെക്ട്രം എന്താണ് സ്പെക്ട്രം എന്ന് മനസ്സിലാക്കുക. അതുപോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്ക് ആരംഭിച്ച സൗജന്യമായ ഒരു ചികിത്സാ പദ്ധതിയാണ് സുകൃതം പദ്ധതി. ഇത് ഞാൻ ലോക്കൽ റെക്കോർഡിംഗ് ആട്ടെ രമ്യ, അത് ലോക്കൽ റെക്കോർഡിംഗ് ഇട്ടതിന്റെ നോട്ടിഫിക്കേഷൻ ആണേ. എന്റെ ലാപ്പിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും റെക്കോർഡിംഗ് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാനായിട്ട്. ഓക്കെ, സുകൃതം പദ്ധതി എന്താണ്? സുകൃതം പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ആരംഭിച്ച ഒരു സൗജന്യ ചികിത്സാ പദ്ധതിയാണത് സുകൃതം പദ്ധതി. ഇനി ഹങ്കർ ഫ്രീ സിറ്റി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായ ഭക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹങ്കർ ഫ്രീ സിറ്റി. ഈ പദ്ധതി പ്രകാരം കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ വിശപ്പ് രഹിത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ, ഇന്ത്യ മഹാരാജ്യത്തിലെ ആദ്യ വിശപ്പ് രഹിത നഗരം ആയി പ്രഖ്യാപിക്കപ്പെട്ടത് നമ്മുടെ കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട്. ഓക്കെ, ഇനിയിപ്പം കോഴിക്കോട് ഇറങ്ങിയിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏതവനാടാ ഈ നഗരം വിശപ്പ് രഹിത നഗരം എന്ന് പ്രഖ്യാപിച്ചെന്ന് ചോദിക്കരുത്. അങ്ങനെയല്ല, എന്താണ് ഹങ്കർ ഫ്രീ സിറ്റി എന്ന് പറയുന്ന ഒരു പദ്ധതി എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചതാണ് കേട്ടോ. ഞാനും കോഴിക്കോട് പോയി വിശന്ന് വലഞ്ഞൊക്കെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആരും ധരിക്കരുത്, കോഴിക്കോടുള്ളവരാരും വിശന്നിരിക്കാറില്ല എന്ന് ധരിക്കരുത്. അങ്ങനെ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നുള്ളൂ. സ്ലൈഡ് കംപ്ലീറ്റ് കാണാൻ പറ്റുന്നില്ല, അതെന്ത് പറ്റി? അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഞാൻ പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്ലൈഡ് പൂർണ്ണമായിട്ടും കാണാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നൊന്ന് പറയാമോ? കാണാൻ പറ്റുന്നുണ്ട്? ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണോ, അതോ നമ്മൾ സൂം ഔട്ട് ചെയ്തതിന്റെ ഒരു പ്രശ്നമാണോ? അങ്ങനെ എന്തെങ്കിലും ഒന്ന് നോക്കിക്കോ കേട്ടോ. കൂടുതൽ ആൾക്കാർക്ക് സ്ലൈഡ് പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ എന്താണ് ആശ? ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ മന്ത്രാലയം വഴി നിയമിക്കപ്പെടുന്ന അംഗീകൃത ആരോഗ്യ പ്രവർത്തകരാണ് നമ്മൾ ആശാ വർക്കേഴ്സ് എന്ന് പറയുക. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ളതാണ് ആശയുടെ ഫുൾ ഫോം. ആശ അതാണ് നമ്മുടെ കോഴിക്കോട് ശ്രീ പറയുന്നു. അതേസമയത്ത് പ്രിൻസി പറയുന്നു എല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്ന് നമുക്കറിയാമല്ലോ. ഇതിന്റെ കെയർ റൈസ് എന്നൊക്കെ പറഞ്ഞ കെയർ റൈസ്, നമ്മുടെ സുരേന്ദ്രൻജി പറഞ്ഞ പോലെ കിട്ടാത്ത റൈസ്, അതാണ് കെയർ റൈസ് എന്ന് പറഞ്ഞ പോലെ. കെ ഫോൺ, കിട്ടാത്ത ഫോണാണ് കെ ഫോൺ എന്ന് പറഞ്ഞ പോലെ. പ്രഖ്യാപനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും, പക്ഷെ അതിൽ പലതും നമ്മുടെ ജനങ്ങളിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് വലിയൊരു സത്യമാണ് പ്രിൻസി കേട്ടോ. പ്രിൻസി പറഞ്ഞതും ശരിയായ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇത് എത്ര കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്, എത്രത്തോളം വർക്കാവും. നിങ്ങളൊക്കെ ഇനി ഒരു സർക്കാർ ജോലിയിലേക്ക് കയറിയിരുന്നതിന് ശേഷം ഇതൊക്കെ സാധാരണക്കാരിലേക്ക് എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളിലൂടെയൊക്കെയാണ് ഇത് അവരിലേക്ക് എത്തുക. എന്താണ് ആശാ വർക്കേഴ്സ്? ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ മന്ത്രാലയം വഴി നിയമിക്കപ്പെടുന്ന അംഗീകൃത ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആശാ വർക്കേഴ്സ്. ആശ, ASH, ആശ. നമ്മൾ കൃപാഞ്ജലിയുടെ അമ്മ ആശാ വർക്കറാണ്, വളരെ നല്ല കാര്യം. അതുപോലെ കൃപാഞ്ജലിയുടെ മാത്രമല്ല, നമ്മൾ പലരുടെയും പേരൻസോ കസിൻസോ ബന്ധുക്കളോ ചേച്ചിമാരോ ആരെങ്കിലും പലരും ഈ ആശാ വർക്കേഴ്സ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലെ. ശില്പ ചെയ്തിരിക്കും. ശില്പ പറയുന്നു ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസത്തെ എത്തിക്കും, സാധാരണക്കാരെ സഹായിക്കുമെന്ന് ശില്പ പറയുന്നു. വളരെ നല്ല കാര്യം ശില്പ. അപ്പോ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡ് കാണിക്കണം കേട്ടോ. ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് ടു മെഡിക്കൽ കോളേജ് പറഞ്ഞു. രമ്യ, നല്ല കാര്യം. പൗരത്വ നിയമ ഭേദഗതി എന്താവും? പൗരത്വം ഭേദഗതി എന്താവും എന്നുള്ളതിനെ പറ്റി നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ. ഈ ക്ലാസ്സിൽ ആരെങ്കിലും ഒക്കെ പാകിസ്ഥാനിൽ നിന്നും ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആരെങ്കിലും ഉണ്ടോ? പാകിസ്ഥാനിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സില്? പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഒക്കെ പലായനം ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്തേക്ക് വന്നവരാരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? ഇല്ലല്ലോ. ഇങ്ങനെ ഉള്ളവര് ഇല്ല, അങ്ങനെ ഉള്ളവരാരും ഇല്ല. പൗരത്വ നിയമ ഭേദഗതി അങ്ങനെ അത്തരത്തിലുള്ള ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ.
എന്നും പറഞ്ഞ് നമുക്ക് അത് തള്ളിക്കളയാനും പറ്റില്ല. ഭാവിയിൽ ഒരുപക്ഷെ നമ്മളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയേക്കാം. അങ്ങനെ ഒരു വിഷയം ഉണ്ട് അതിനകത്ത്. നോക്കാം നമുക്ക് എന്താവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ സ്ലൈഡ് ഒന്ന് കഴിഞ്ഞിട്ട് നോക്കിയാ പറഞ്ഞേ. CAA സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്. ഓക്കെ, ഈ സ്ലൈഡ് ആശാ വർക്കേഴ്സ് ഗവൺമെന്റ് എംപ്ലോയീസ് അല്ല, പക്ഷെ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അതാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ മന്ത്രാലയം വഴി നിയമിക്കപ്പെടുന്ന അംഗീകൃത ആരോഗ്യ പ്രവർത്തകരാട്ടോ. അവർ ഗവൺമെന്റ് അംഗീകൃത ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ്. അവർക്ക് സാലറി ആയിട്ടല്ല, ഒരു പ്രത്യേക റെമ്യൂണറേഷൻ എന്നുള്ള രീതിയിലാണ്. ഒരുപാട് സർക്കാർ ശമ്പളവും എന്ന് പറയുമ്പോൾ എന്താണ്, സാധാരണ കൊടുക്കുന്ന പോലെയുള്ള 6 ശമ്പളം 5 ശമ്പളം ഒന്നുമില്ല. ഒരു പ്രത്യേക റെമ്യൂണറേഷൻ ആണ് അവർക്ക് കൊടുക്കുന്നത് കേട്ടോ. ആശയുടെ ഫുൾ ഫോം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ലൈഡിൽ നോക്കാമോ? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് കേട്ടോ ആശയുടെ ഫുൾ ഫോം. ASHA, ആശ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് കേട്ടോ ആശയുടെ ഫുൾ ഫോം. ആരാ എന്നോട് ചോദിച്ചത്? രമ്യ. രമ്യ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് കേട്ടോ. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആശ. ഓക്കെ, വെരി ഗുഡ്, വെരി. കൃപാഞ്ജലി കഴിഞ്ഞല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് കഴിഞ്ഞിട്ട് ചാറ്റ് ബോക്സിൽ നോക്കിയാൽ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, കുറെ നാളത്തെ സാലറി കൊടുത്തിട്ട് അതങ്ങനെ ഉണ്ട് കേട്ടോ. ഇതിപ്പം എന്താ പറയുക, വളരെ എന്താണ്, ഈ ആശാ വർക്കേഴ്സിന്, അതുപോലെ അംഗനവാടി ടീച്ചേഴ്സിന്, ഇതുപോലെ ഏറ്റവും എന്താണ് വീക്ക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീസിന് ഈ സാലറി കൊടുത്തില്ലെങ്കിലും വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ബോധം, എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഗവൺമെന്റ് സർക്കാരിനുണ്ട്. അതേസമയത്ത് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർക്കും IAS-കാർക്കും അതുപോലെ എന്താണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സാലറി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആകും, വലിയ പ്രശ്നമാകും എന്ന ബോധ്യവും സർക്കാരിനുണ്ട്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് സാലറി ഡിസ്ബേഴ്സ്മെന്റിൽ ഇവര് ആദ്യം പരിഗണിക്കുന്ന ആരെയായിരിക്കും? ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും എന്താണ് മേലുദ്യോഗസ്ഥന്മാരെയും ഒക്കെ ആയിരിക്കും. അതിനുശേഷം ഏറ്റവും അവസാനമായിരിക്കും ഈ സാധാരണ ലെവലിലുള്ള ആൾക്കാരെയും കോൺട്രാക്ട് വർക്കേഴ്സിനെയും ഒക്കെ പരിഗണിക്കാം. അങ്ങനെ ഒരു വലിയ പ്രശ്നം ഇതിനകത്തുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു പ്രയോറിറ്റിയുടെ ഒരു പ്രശ്നമാണ് ഗവൺമെന്റിന്റെ. ചാറ്റ് ബോക്സ് വിസിബിൾ അല്ല. അശ്വതി, അത് അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം കേട്ടോ. നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ എന്നിലേക്കാണ് വരിക, ഞാനാണ് പിന്നീട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതെനിക്ക് തോന്നുന്നു അത് നമ്മുടെ ക്ലാസ്സിന്റെ എല്ലാ ലിങ്കുകളും എനിക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു അത് ഓഫീസിൽ നിന്നുള്ളൊരു സിസ്റ്റം ആണ്, സെറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് പറഞ്ഞോളുക, മറ്റുള്ളവരോട് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഒരു പ്രശ്നമില്ലാതെ അത് പറയുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഒരു വലിയ ഭാവം കാണിക്കില്ല. മറ്റുള്ളവരോട് നിങ്ങൾ എന്ത് പറയണമെന്ന് എന്നോട് പറയുന്നു അതെല്ലാം ഞാൻ അവരോട് പറയുന്നതായിരിക്കും കേട്ടോ. മോശമായ കാര്യങ്ങളൊക്കെ ഒഴിച്ച്. തമാശയായിട്ട് പറഞ്ഞാണ് കേട്ടോ. നിങ്ങൾ നല്ല കാര്യങ്ങൾ പറയണമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സ്ലൈഡ് നോക്കുന്നു. കേരള സാമൂഹിക സുരക്ഷാ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് കാതോരം. കാതോരം. ഓക്കെ, കേരള സാമൂഹിക സുരക്ഷാ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണെന്ത്? കാതോരം. കാതോരം അല്ല, കാതോരം അല്ല, വെറും കാതോരം. ഓക്കെ, കാതോരം ഓർത്തിരിക്കുക സാർ. കുറച്ച് ദിവസമായി റെക്കോർഡിംഗ് ക്ലാസ് കിട്ടുന്നില്ല എന്നുള്ളതിന്റെ എന്താണ് സാങ്കത്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്തിയിരുന്നു. കാരണം അത് നമ്മുടെ സൂം ക്ലൗഡിൽ വന്ന ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് റെക്കോർഡിംഗ് അവൈലബിൾ അല്ലാത്തത്. നമ്മുടെ PSC ടോക്സ് മാത്രമല്ല, ലീഡ് IAS അടക്കം മറ്റ് പല നമ്മുടെ മദർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇത്തരത്തിലുള്ള ക്ലൗഡ് ഇഷ്യൂ നിലവിലുണ്ട്. അത് പരിഹരിക്കപ്പെടാൻ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഞാൻ നിലവിൽ ലോക്കൽ റെക്കോർഡിംഗ് ഇട്ടിട്ടുണ്ട്. ലോക്കൽ റെക്കോർഡിംഗ് എൻ്റെ ലാപ്പിലേക്ക് ഞാനത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനത് ഷെയർ ചെയ്യാം, സാറിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യക്കാർക്ക് അത് ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങളും ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ശ്രുതി തരംഗം എന്ന് പറയുന്നത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആണ് കേട്ടോ. കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് മാത്രം ഓർത്താണ്. അതായത് കേൾവി വൈകല്യമുള്ള കുട്ടികളിലെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആണത് ശ്രുതി തരംഗം. അതേസമയത്ത് കാതോരം എന്താ? ചികിത്സയാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും ആരോഗ്യ മിഷനും ചേർന്ന് നടത്തുന്ന കേൾവി വൈകല്യമുള്ള ശിശുക്കൾക്ക് വേണ്ടിയുള്ള ചികിത്സയാണെന്ത്? കാതോരം. സൗജന്യ ചികിത്സയാണ് കാതോരം. ഇനി കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ
ശ്രീ ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരും എന്ന് ഞാൻ പറയും. കാരണം LDC ആണ്, മാറിയ സിസ്റ്റം അനുസരിച്ചാണ് ചോദ്യങ്ങൾ വരുന്നത്. സോ പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നേക്കാം. എല്ലാം നമ്മൾ ഒഴിവാക്കാതെ പഠിക്കുന്നതായിരിക്കും വളരെ നല്ലത്. സോ കേരള സാമൂഹിക സുരക്ഷാ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സാ പദ്ധതിയാണ് ധ്വനി. അപ്പൊ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് ആ പദ്ധതിയുടെ പേരെന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേക്കാമോ? കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ആരോഗ്യക്ഷേമ പദ്ധതിയുടെ പേരെന്താണ് എന്നൊന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേക്കാമോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അതിന്റെ പേരാണെന്ത്? ശ്രുതി തരംഗം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്താണ്? ശ്രുതി തരംഗം പദ്ധതി. ശ്രുതി തരംഗം പദ്ധതി. വെരി ഗുഡ്. ഓക്കെ, ശ്രുതി തരംഗം പദ്ധതി. ഓക്കെ, നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യം. ഇനി ഭിന്നശേഷിയുള്ള വ്യക്തിയുടെ മക്കൾക്കോ ഭിന്നശേഷിയുള്ള പെൺകുട്ടിയുടെ വിവാഹത്തിനോ 30,000 രൂപ ധനസഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിണയം. നല്ല തുകയാണ് കേട്ടോ. 30,000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, 30,000 രൂപ കൊടുക്കുന്ന പദ്ധതിയാണെന്ത്? പരിണയം. പരിണയം പരിണയം പരിണയം. നിത്യ LP UPയുടെ ജനറൽ ടോപ്പിക്കുകളും എന്താണ് കോമൺ കോണ്ടന്റുകളുമാണ് നമ്മൾ എവിടെ ഡീൽ ചെയ്യുന്ന? CLPയിൽ ഡീൽ ചെയ്യുന്നത്. LP UPയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ അതിന്റെ സിലബസ് അനുസരിച്ച് വൈകുന്നേരങ്ങളിൽ കൃത്യമായ ഷെഡ്യൂളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിന്റെ അപ്ഡേറ്റുകൾ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, നോ ഇഷ്യൂസ്. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിയിക്കും. ഓക്കെ, അപ്പൊ എന്താണ് പരിണയം? പരിണയം പഴയ സിനിമയുടെ പേരല്ല. പരിണയം കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. എന്ത് പദ്ധതി? ഭിന്നശേഷിയുള്ള വ്യക്തിയുടെ മക്കൾക്കോ ഭിന്നശേഷിയുള്ള പെൺകുട്ടിയുടെ വിവാഹത്തിനോ 30,000 രൂപ ധനസഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണെന്ത്? പരിണയം. പരിണയം പരിണയം. ഇനി ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരുന്നോളുക. പ്രസവാനന്തരം കുഞ്ഞിനെയും അമ്മയെയും വീട്ടിലേക്ക് ടാസ്കിയിൽ എത്തിക്കുന്നതിനായി വനിതാ ശിശുക്ഷേമ വകുപ്പും കേരള സാമൂഹ്യ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. മാതൃയാനം. പ്രസവാനന്തരം കുഞ്ഞിനെയും അമ്മയെയും എങ്ങനെയാണ്? ടാക്സി വിളിച്ച് വീട്ടിലെത്തിക്കും ആര്? സർക്കാർ. ആ പദ്ധതിയാണെന്ത്? മാതൃയാനം. മാതൃയാനം. അത് കിട്ടണമെങ്കിൽ 5,000 രൂപയുടെ നടക്കേണ്ടി വരും. പ്രിൻസ്, എന്താണ് പ്രിൻസ് ചെയ്ത്? നമ്മുടെ സർക്കാരിന് ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണാതെ 30,000 കിട്ടണമെങ്കിൽ 50,000 രൂപയുടെ നടക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നു. മോശം മോശം മോശം. ഇതെല്ലാവർക്കും ഇല്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന എന്താണ് ഈ പദ്ധതി പ്രകാരം ഒരു ആനുകൂല്യം ലഭിക്കേണ്ടതായിട്ടുള്ള സെലക്റ്റീവ് കമ്മ്യൂണിറ്റികൾക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ കൊടുക്കുന്നത്. അല്ലാതെ മുകേഷ് അംബാനിയുടെ ഫാമിലിക്കും രത്തൻ ടാറ്റയുടെ ഫാമിലിക്കും ഒന്നും ടാസ്ക് വിളിച്ചു പോകേണ്ട ഒരു കാര്യമില്ലല്ലോ. കാരണം അവർക്ക് അതിനനുസരിച്ചുള്ള സാമ്പത്തിക നിലയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ടാക്സി കൂലി കൊടുക്കുക, ടാക്സിക്ക് വേണ്ടിയുള്ള ഒരു പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 500 രൂപ കൊടുക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ ഒരു ടാക്സി ചാർജ് പൈസ, ടാക്സി എത്ര രൂപയാണോ ആ പൈസ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. സർക്കാർ ആശുപത്രികളിൽ നിന്ന് നമുക്കത് ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പൊ PSCയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര രൂപ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കൈപ്പറ്റുന്നുണ്ടോ എന്നൊന്നും അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അവരെന്താ ചോദിക്കുന്നത്? ഇതെന്താണ് പദ്ധതി എന്ന് മാത്രമേ അവർ ചോദിക്കുള്ളൂ. ഓക്കെ, അതല്ല എത്ര പേർക്ക് 500 വെച്ച് കിട്ടി അല്ലെങ്കിൽ കൃത്യമായിട്ട് വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടോ എന്നൊന്നും PSC ചോദിക്കില്ല. PSC എന്താ ചോദിക്കുന്നത്? എന്താണ് മാതൃയാനം? അത്രേ അവർ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്കും നിലവില് ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി എന്നുള്ളത് കൂടി ഒന്ന് ഓർക്കണം കേട്ടോ. PSC ജോലി കിട്ടിയാൽ റെസ്റ്റ് എടുക്കുക എന്നുള്ള ചിന്ത ഉള്ള സ്റ്റാഫ് ഉള്ളത് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ പിന്നല്ലാതെ അപ്പൊ തന്നെ കയ്യോടെ കൈപ്പറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പഠിക്കുന്നവരായിരിക്കും അല്ലയോ? പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ കിട്ടും നിഷിത, കൈയോടെ മേടിച്ചോണം കേട്ടോ. നോ ഇഷ്യൂസ്, ചോദിച്ച് മേടിച്ചോണം കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട് 500 രൂപ. പിന്നല്ലാതെ 500 രൂപ കിട്ടിയ ആൾക്കാർ ഒരേ ക്ലാസ്സിലുണ്ട്. അന്നേരമാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് മാതൃയാനം. മാതൃയാനം. ഓക്കെ, മാതൃയാനം. ഓക്കെ, എനിക്ക് തോന്നുന്നു
നമ്മൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു നമ്മുടെ പദ്ധതികൾ. അപ്പൊ എന്റെ അറിവിൽ ഞാൻ ഇതൊരു 2023 ഡിസംബർ വരെ ഉള്ള ഒരു കണക്ക് വെച്ചാണ് ഈ പദ്ധതികളൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇപ്പൊ 2024 മാർച്ച് മാസം വരെ ആയേ. അപ്പൊ ആ ഒരു 3 മാസക്കാലയളവിനിടയിൽ പുതിയ ഒരുപാട് പദ്ധതികൾ വന്നിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പൊ അത് ശരിക്കും എവിടെയാണ്? കറന്റ് അഫയേഴ്സിലാണ് ഡീൽ ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഒരുപാട് റിസ്ക് എടുക്കാത്തത്. കറന്റ് അഫയേഴ്സിന്റെ കണ്ടന്റ് വായിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ പദ്ധതികൾ നിങ്ങളുടെ നോട്ടുകളിലേക്ക് എത്തിക്കൊള്ളും കേട്ടോ. 31 എണ്ണം തന്നെ വളരെ അധികമാണ്. ഈ 31-നകത്തുനിന്നും ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ചാണ് PSC നമ്മളോട് ചോദിക്കുക. അപ്പൊ ആ ഒരു പദ്ധതി ഏതാണെന്ന് അറിയാനായിട്ട് നമുക്ക് വലിയ നിർവാഹമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം അല്ലേ? ശരിയാ, ഇലക്ഷൻ അല്ലേ, വരാതിരിക്കുക. ഇലക്ഷന്റെ സമയമൊക്കെ ആയി അല്ലേ? എല്ലാവരും വോട്ടൊക്കെ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. വോട്ടർ പട്ടികയിൽ എല്ലാവരും പേരൊക്കെ ചേർത്തല്ലോ അല്ലേ? അപ്പൊ നമുക്കിനി കുറച്ച് ചോദ്യങ്ങളും കൂടെ ഇതൊന്ന് എഴുതി കഴിഞ്ഞിട്ട് നോക്കിയാ പറയണം കേട്ടോ. ഇതൊന്ന് എഴുതി എടുത്തിട്ട് നോക്കിയാ പറയണം. നമുക്ക് കുറച്ച് ചോദ്യം ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത കണ്ടന്റിലേക്ക് പോവാം. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, സേഫേ, എനിക്കത് ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അത് എന്താണെന്ന് ഒന്നുകൂടെ എനിക്ക് ആരോഗ്യ മിഷൻ കേട്ടപ്പോ എന്താണെന്ന് മനസ്സിലായില്ല. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇട്ടുതരാം കേട്ടോ ചാറ്റ് ബോക്സിൽ. ഞാനത് പറയാം. എഴുതി കഴിഞ്ഞു. ഓക്കെ, അഞ്ജല എഴുതി കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഷഹാന കഴിഞ്ഞു. ഓക്കെ, കാർത്തിക കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചധികം ഒന്നുമില്ല, വളരെ കുറച്ച് ചോദ്യങ്ങൾ ഉള്ളൂ. അത് നമുക്കൊന്ന് ചെയ്തിട്ട് ഐശ്വര്യമായിട്ട് സുലാം പറഞ്ഞ് അടുത്ത കാര്യത്തിലേക്ക് പോവാം. അതിനാ കഴിഞ്ഞല്ലോ അല്ലെ? ഓക്കെ. കോക്ലിയർ ഇംപ്ലിമെന്റേഷൻ അല്ല, കോക്ലിയർ ഇംപ്ലാന്റേഷൻ കേട്ടോ. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നമ്മുടെ ശ്രുതി തരംഗം പദ്ധതിയാണ് കേട്ടോ. ശ്രുതി തരംഗം. ഈ ശ്രുതി തരംഗം പദ്ധതിയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ ആൾക്കാർക്ക് പിന്നീട് തുടർ ചികിത്സ കൊടുക്കുന്നതാണ് ധ്വനി. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നമ്മുടെ ശ്രുതി തരംഗമാണ് കേട്ടോ. അരുണല്ലേ ചോദിച്ചത്? അരുണെ, ശ്രുതി തരംഗം. ഓക്കെ, ഫിനിഷ്ഡ്, കഴിഞ്ഞു. ഇനി അവർക്ക് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സ കൊടുക്കുന്ന പദ്ധതിയാണെന്ന് ധ്വനി പദ്ധതി കേട്ടോ. ധ്വനി. കുട്ടികൾക്ക് ശ്രുതി തരംഗം. കുട്ടികൾക്ക് ഞാനൊന്നുകൂടെ കാണിക്കാം. ഇതല്ലേ നമ്മൾ ഇന്ന് കണ്ടത്? ഇവിടെയാ. ശ്രവണ വൈകല്യമുള്ള കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി നടത്തി വൈകല്യം മാറ്റിയെടുക്കുന്നതിനുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം. അതേസമയത്ത് എല്ലാ കുട്ടികൾക്കും ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്യണമെന്ന് ആവശ്യമില്ല. അല്ലാതെ ചികിത്സയിലൂടെയും അവരുടെ കേൾവി വൈകല്യത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള സൗജന്യ ചികിത്സ നടത്തുന്ന പദ്ധതിയാണെന്ത്? കാതോരം. അതുപോലെ കോക്ലിയർ ഇംപ്ലാന്റേഷന് ശേഷം ചുമ്മാ വിട്ടാൽ പോരല്ലോ, തുടർ ചികിത്സ വേണ്ടേ? അത്തരത്തിൽ അവർക്ക് തുടർ ചികിത്സ കൊടുക്കുന്ന പദ്ധതിയാണെന്ത്? ധ്വനി. അതുപോലെ പ്രസവശേഷം ടാക്സി വിളിച്ച് വീട്ടിൽ പോകുന്ന പദ്ധതിയാണെന്ത്? മാതൃയാനം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും ചാറ്റ് ബോക്സിൽ ആക്റ്റീവായിട്ട് ചോദ്യോത്തര വേളയിൽ പങ്കെടുക്കണം എന്ന് അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, വളരെ നിസ്സാരമായിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ PSC ഈ മേഖലയിൽ നമ്മളോട് ചോദിക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏത്? കേരള ഗവൺമെന്റിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സാന്ത്വനം, ഓപ്ഷൻ ബി ശുഭയാത്ര, ഓപ്ഷൻ സി ആയുർദളം, ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. എന്താണ് ഉത്തരം? വളരെ നിസ്സാരമായിട്ടുള്ള ഉത്തരമാണ്, ആരും തെറ്റിച്ചേക്കില്ല. ഓക്കെ, എന്താണ് ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി അല്ലെ? ഓപ്ഷൻ ഡി മൃതസഞ്ജീവനിയാണെന്ത്? കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി അല്ലെ? വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഏകദേശം ശരി ഉത്തരവാണ് അയച്ചിരിക്കുന്നത്. മൃതസഞ്ജീവനി. അടുത്ത ചോദ്യം, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? ഓപ്ഷൻ എ കാരുണ്യ, ഓപ്ഷൻ ബി ആർദ്രം, ഓപ്ഷൻ സി താലോലം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. എന്താണ് ഉത്തരം? ശ്രദ്ധിച്ചോണം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതാണ്? ഇവയൊന്നുമല്ല എന്നൊരു പദ്ധതി നിലവിലില്ല, ശരിയല്ലേ? കാരുണ്യ, ഓപ്ഷൻ എ കാരുണ്യ, ഓപ്ഷൻ ബി ആർദ്രം, ഓപ്ഷൻ സി താലോലം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. എന്താണ് ഇതിന് ഉത്തരം വരുന്നത്? ഇതിനുത്തരം എന്താണ്? ഇതിനുത്തരം ഓപ്ഷൻ ബി ആർദ്രം പദ്ധതിയാണ് അല്ലെ? ആർദ്രം പദ്ധതിയാണ്. അടിസ്ഥാന സൗകര്യം അല്ലെ? ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വരുന്ന എന്താണ്? ആർദ്രം പദ്ധതിയാണ്.
ആർദ്രം പദ്ധതി നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലെ ആർദ്രം മിഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇത് ആർദ്രം. കൂടുതൽ തവണയും PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ ആർദ്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. കൂടുതൽ തവണയും PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ആർദ്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ഈ ആർദ്രം പദ്ധതി ഒന്നുകൂടി എടുത്ത് നോക്കി റെഡിയാക്കി വെച്ചോളുക. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ അനുയാത്ര, ഓപ്ഷൻ ബി ആരോഗ്യ കിരണം, ഓപ്ഷൻ സി സീതാലയം, ഓപ്ഷൻ ഡി ആശാഭവൻ. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവുമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ഏതാണ് പദ്ധതി? വളരെ സിമ്പിൾ ആണ് അല്ലെ. ഹോമിയോപ്പതി വകുപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് സിമ്പിൾ ആയിട്ട് വരാൻ പറ്റും. എന്താണ്? ഓപ്ഷൻ സി സീതാലയം പദ്ധതി അല്ലെ. ഓപ്ഷൻ എല്ലാവരും ശരി ഉത്തരം എഴുതുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരെയും പ്രത്യേകം പേരെടുത്ത് പറയാത്തത്. എല്ലാവരും ശരി ഉത്തരം തന്നെയാണ് കമന്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി സീതാലയം പദ്ധതി. സീതാലയം. അടുത്ത ചോദ്യം, പ്രമേഹ രോഗികൾക്ക്, ഇപ്പൊ വയോധികരായിട്ടുള്ളവരെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നില്ലെങ്കിലും പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ വയോമിത്രം, ഓപ്ഷൻ ബി വയോ അമൃതം, ഓപ്ഷൻ സി വയോ മധുരം, ഓപ്ഷൻ ഡി മന്ദഹാസം. ഏതാണ്? പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാ? സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന പദ്ധതി. ഗ്ലൂക്കോമീറ്റർ എന്താ? നമ്മുടെ ഓട്ടോമാറ്റിക് അല്ലെ, മാനുവലായിട്ട് ഷുഗർ ലെവൽ അളക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു മെഷീനാണ് അല്ലെ ഗ്ലൂക്കോമീറ്റർ. നിങ്ങൾ പരസ്യത്തിലേക്ക് കണ്ടിട്ടുണ്ടോ? ഇത്തരത്തിൽ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? വയോമിത്രമാണോ, വയോ അമൃതമാണോ, വയോ മധുരമാണോ, മന്ദഹാസമാണോ? എന്താണ്? യെസ്, വെരി ഗുഡ്. എന്താണ്? ഓപ്ഷൻ സി വയോ മധുരം അല്ലെ. വയോ മധുരം. പ്രമേഹം, മധുരം, ഷുഗർ അല്ലെ, മധുരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അല്ലെ. വെരി ഗുഡ് ജിൻഡു. പ്രമേഹം, മധുരം, ഷുഗറിന്റെ അസുഖമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും പലപ്പോഴായിട്ട്. വയോമധുരമാണ് കേട്ടോ. വയോമധുരം. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ മെഡിക്കെയർ, ഓപ്ഷൻ ബി മെഡിസെപ്പ്, ഓപ്ഷൻ സി ചിസ് പ്ലസ്, ഓപ്ഷൻ ഡി ആരോഗ്യ കിരണം. ഇത് വളരെ സിമ്പിൾ ആണ്. പക്ഷെ PSC ഇതുപോലെ ഇതേ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? മെഡിക്കെയർ ആണോ, മെഡിസെപ്പ് ആണോ, ആരോഗ്യ കിരണമാണോ? ഏതാണ്? മെഡിസെപ്പ് ആണ് അല്ലെ. ഓപ്ഷൻ ബി മെഡിസെപ്പ് ആണ് കേട്ടോ. മെഡിസെപ്പ് വേണ്ടേ നമുക്ക്? അടുത്ത വർഷമെങ്കിലും മെഡിസെപ്പിൽ രജിസ്റ്റർ ചെയ്യണ്ടേ നമ്മുടെ പേരൊക്കെ? വേണ്ടേ? യെസ് ഓർ നോ? അടുത്ത 2025 നമ്മുടെയൊക്കെ പേര് മെഡിസെപ്പിൽ രജിസ്റ്റർ ചെയ്യണ്ടേ? വേണ്ടേ? വേണം. അതാണ്. പിന്നെ വേണം. അർച്ചന പറയുന്നു വേണം. ഓക്കെ, വെരി ഗുഡ്. യെസ് ഓഫ് കോഴ്സ് എന്നാരും പറയുന്നു? അൻവറേ. അതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു മെഡിസെപ്പ് ഒക്കെ കിട്ടട്ടെ കേട്ടോ. ക്ലാസ്സിൽ എല്ലാവർക്കും കിട്ടട്ടെ മെഡിസെപ്പ്. LDC അതിന് പറ്റിയ ഒരു അവസരമാണ്. എല്ലാവർക്കും മെഡിസെപ്പ് കിട്ടാൻ പറ്റിയൊരു അവസരമാണ്. ഓക്കെ, വെരി ഗുഡ്. പ്രിൻസി അല്ലവിന് പിന്നെ അല്ല. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുവാനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജീവനം, ജാഗ്രത, വഴിവിളക്ക്, സ്മൈൽ. ഏതാണ്? ജീവനം, ജാഗ്രത, വഴിവിളക്ക്, സ്മൈൽ. ഏതാണ് പദ്ധതി? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി ഏതാ? ജീവനമാണോ, ജാഗ്രതയാണോ, വഴിവിളക്കാണോ, സ്മൈലാണോ? ഏതാ പദ്ധതി? യെസ്, ഓപ്ഷൻ അൻവറെ അൻവർ ഉത്തരം എന്നെ സ്മൈലിലൂടെ എനിക്ക് ഉത്തരം പറഞ്ഞു തരുന്നു. എന്താണ്? അർച്ചനയും സ്മൈലിയിലൂടെ തന്നെ ഉത്തരം പറഞ്ഞു തന്നു. സ്മൈലിയിലുണ്ട് ഉത്തരം. എന്താണ്? സ്മൈൽ അല്ലെ. ഓപ്ഷൻ ഡി സ്മൈൽ ആണ് അല്ലെ. ഓപ്ഷൻ ഡി സ്മൈൽ പദ്ധതിയാണ് അല്ലെ. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണത് സ്മൈൽ പദ്ധതി. സ്മൈൽ, ചിരിച്ചുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ട് കേരള സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഏതാണെന്നാണ്? അത് ജീവനമാണോ, തണലാണോ, ആയുർദളമാണോ, ഭൂമികയാണോ? അത് മെഡിസെപ്പില് ക്യാഷ് അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല എന്നാണ് വിഷ്ണു പറയുന്നത്. വിഷ്ണു, നമുക്ക് അസുഖം എന്തെങ്കിലും വന്നാലേ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. റീഇംബേഴ്സ്മെന്റ്
വിഷ്ണുവിന് മെഡിസപ്പ് ഉണ്ടോ? ആ, നമുക്ക് നോക്കാം. മെഡിസപ്പ് കിട്ടുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. എന്താണ് ഇവിടെ എയ്ഡ്സ്? പിന്നെ കിട്ടാതിരിക്കത്തൊന്നുമില്ല, കിട്ടുന്നവരുണ്ട്, മരുന്നൊക്കെ മേടിക്കുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് അസുഖമൊന്നും വരാത്ത അരോഗ ദൃഢഗാത്രന്മാരായതുകൊണ്ട് അവർക്ക് അതിന്റെ ഉപകാരം കിട്ടാത്തതും ഒരു സങ്കടമാണ്, അല്ലെ? ഓക്കെ, എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആയുർദളമാണ് കേട്ടോ. ഓപ്ഷൻ സി ആയുർദളമാണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ സി ആയുർദളമാണ് കേട്ടോ. ഓപ്ഷൻ സി ആയുർദളം. ഇനി അടുത്ത ചോദ്യം. ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് താലോലം, ആശാഭവൻ, സ്പെക്ട്രം, ജീവനം. ഏതാണ് ഉത്തരം? താലോലം, ആശാഭവൻ, സ്പെക്ട്രം, ജീവനം. ഇതിൽ ഏതാണ് ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി? ഏതാണ് ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി? ഏതാണ് ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി? ഓട്ടിസം എന്ന് കേൾക്കുമ്പോൾ നേരെ പൊക്കോണം ഇങ്ങോട്ട്. യെസ്, ഓപ്ഷൻ സി സ്പെക്ട്രം, അല്ലെ? ഓപ്ഷൻ സി സ്പെക്ട്രം ആണ്, അല്ലെ? ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സ്പെക്ട്രം ആണ് കേട്ടോ. സ്പെക്ട്രം പദ്ധതിയാണ്, ഓർത്തിരിക്കുക. ഇനി പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും വീട്ടിലേക്ക് സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഇപ്പൊ കണ്ടതോടല്ലേ? ഓക്കെ, എന്നോട് ആയുർദളം പ്രിൻസി ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണമാണ് കേട്ടോ. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ആയുർദളം കേട്ടോ. ആയുർദളം. അതുപോലെ പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും വീട്ടിലേക്ക് സൗജന്യ യാത്ര ഒരുക്കുന്ന പദ്ധതിയാണെന്ത്? മാതൃയാനം. യാത്ര, അമ്മ, മാതൃ, അങ്ങനെ ഓർക്കാം. അമ്മയ്ക്ക് യാത്ര ചെയ്യാനുള്ള ഒരു പദ്ധതി മാതൃയാനം. ഓക്കെ, എന്താണ് മാതൃയാനം പദ്ധതി? ഓക്കെ, ഇത് കിട്ടിയല്ലോ അല്ലെ? ഇത് കിട്ടും. ഓപ്ഷൻ സി മാതൃയാനം. ഇനി അടുത്തൊന്ന് ആൻസർ ചെയ്തേ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണെന്ത്? കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികളായവർക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സീതാലയം, ഓപ്ഷൻ ബി സമാശ്വാസം, ഓപ്ഷൻ സി ആശാകിരണം, ഓപ്ഷൻ ഡി ജനനീ ജന്മരക്ഷ. ഏതാണ് പോഷകാഹാരം നൽകുന്ന പദ്ധതി? ഏതാണ്? വെരി ഗുഡ്. എല്ലാവരും കറക്റ്റ് ആട്ടോ. എല്ലാവരും ശരി ഉത്തരമാണ് പറയുന്നതാണ് ജനനീ ജന്മരക്ഷാ പദ്ധതി. ഇതാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതി ജനനീ ജന്മരക്ഷാ പദ്ധതി. ഓക്കെ. ഒരു ചോദ്യം കൂടി. സംസ്ഥാനത്ത് വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL കുടുംബത്തിൽപ്പെട്ട രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? സംസ്ഥാനത്ത് വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL കുടുംബത്തിൽപ്പെട്ട രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണല്ലോ. എല്ലാത്തിനും ശരി ഉത്തരങ്ങൾ തന്നെയാണ് നിങ്ങൾ തരുന്നത്. നിങ്ങൾ കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്താണ് സംസ്ഥാനത്ത് വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL കുടുംബത്തിൽപ്പെട്ട രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വേറൊന്നുമല്ല. ഓപ്ഷൻ എ സമാശ്വാസമാണോ? ഓപ്ഷൻ ബി ആശാകിരണമാണോ? ഓപ്ഷൻ സി സ്മൈലാണോ? ഓപ്ഷൻ ഡി താലോലാണോ? ഇതാണ് ഓപ്ഷൻ എ സമാശ്വാസം പദ്ധതിയാണ്, അല്ലെ? ഓപ്ഷൻ എ. ഒരു സമാശ്വാസം എന്ന രീതിയിൽ ഒരു തുക ഓരോ മാസം ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് കൊടുക്കുന്നു, അല്ലെ? സമാശ്വാസം പദ്ധതി. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ഒന്നോ രണ്ടോ മിസ്റ്റേക്കുകൾ മാത്രമേ എനിക്ക് ഇത്രയും നേരമായിട്ട് കാണാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാവരും ശരി ഉത്തരം തന്നെയാണ് പറയുന്നത് എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ആശാകിരണം, സമാശ്വാസം, മാതൃജ്യോതി, മൃതസഞ്ജീവനി. ആശാകിരണം, സമാശ്വാസം, മാതൃജ്യോതി, മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ
ദാനം ചെയ്യുവാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, എന്താണ്? ആശാകിരണമാണോ? സമാശ്വാസമാണോ? മാതൃജ്യോതിയാണോ? എന്താണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി മൃതസഞ്ജീവി. ജോസഫ് സിനിമ അല്ലെ? ജോസഫ് സിനിമയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ മസ്തിഷ്ക മരണവും അതുപോലെ ഈ എന്താണ് ഓർഗൻ മാഫിയൊക്കെ. അത് മറക്കൂല, ജോസഫ് സിനിമയിലല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അതാണ്. ഓക്കെ, ജോസഫ് നല്ല സിനിമയാണ്, കണ്ടിട്ടില്ലാത്തവർ കാണണം. ഒരു ഓർഗൻ മാഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു എം പത്മകുമാർ സിനിമ ജോസഫ്. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയ എന്താണ്? മൃതസഞ്ജീവിനി. ഇനി അടുത്ത ഒരു ചോദ്യം കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ഇതാണ്. കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി. കാഴ്ച വൈകല്യമുള്ള കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലേ പ്രിൻസി? സിനിമ കണ്ടിരിക്കുകയാണോ പഠിക്കാതെ? ഓക്കെ, ഇത്രേ ഉള്ളൂ. കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ, ആശാകിരണം, മാതൃജ്യോതി, സമാശ്വാസം. ഏതാന്നേ? ഏതാ? പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. വെരി ഗുഡ്. എന്താണ്? കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണെന്ത്? മാതൃജ്യോതി. ഓപ്ഷൻ സി, മാതൃജ്യോതി. അമ്മ, ജ്യോതി, പ്രകാശം, വെളിച്ചം, കണ്ണ്, കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് ഒരു പ്രകാശം എന്ന രീതിയിൽ സർക്കാർ ഇടപെടുകയാണ്. മാതൃജ്യോതി. മാതൃജ്യോതി കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് 2000 രൂപ വരെ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ. എന്താണ്? മാതൃജ്യോതി. 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 ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യ ഓക്കെ പ്രിൻസി. ഓക്കെ, ശരി ശരി, നോ ഇഷ്യൂസ്. അല്ല, അതെനിക്ക് ഞാൻ തമാശ അറിഞ്ഞ കേട്ടോ പ്രിൻസി, അങ്ങനെ സമയമൊന്നും കളയുന്ന ഒരാളല്ല എന്നെനിക്കറിയാം. ഓക്കെ, ടേക്ക് ഇറ്റ് ഈസി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു. വിദ്യ, നോ ഇഷ്യൂസ്, കുഴപ്പമില്ല. ഒരെണ്ണമൊക്കെ തെറ്റിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ വലിയ ടീംസ് ആയി പോകില്ലേ? അതുകൊണ്ട് ഇടയ്ക്കൊക്കെ 1-2 തെറ്റിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്നാലും നമ്മൾ പഠിക്കുന്നതിനകത്തൊരു ഇതുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഞാനെല്ലാം പഠിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് ഭാവിയിൽ വരുത്താൻ ചാൻസ് ഉണ്ട്. സോ ഇൻ ദ പ്രോസസ്, ത്രൂ ദ പ്രോസസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ 1-2 തെറ്റൊക്കെ വരുത്തണം കേട്ടോ. അതാണ് അതിനകത്തൊരു ഘടകം, കാര്യം. ഓക്കെ, അപ്പൊ ഇതിനപ്പുറത്തേക്കുള്ള കണ്ടന്റുകൾ ഞാൻ ഓൾറെഡി ഈ ക്ലാസ്സിൽ എന്താണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇതിവിടെ തീരുന്നില്ല. പുതിയ പുതിയ പദ്ധതികൾ ഒരുപക്ഷെ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം സർക്കാർ വീണ്ടും പുതിയ പദ്ധതികളൊക്കെ കൊണ്ടുവന്നേക്കാം. അപ്പൊ അതൊക്കെ കറണ്ട് അഫയേഴ്സിൽ കൃത്യമായിട്ട് വരും. അത് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് കണ്ടന്റിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചോണം എന്നുള്ള കാര്യം കൂടി വിനീതമായി ഓർമ്മിപ്പിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു, അറിയിക്കുന്നു. ഓക്കെ, ആയുർദളം നോട്ട് പറയാത്തതിന്റെ കാരണം ഞാൻ ഇത്തരത്തിൽ ചോദ്യങ്ങളിലൂടെയും 1-2 സംഗതികൾ തരണമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചോദ്യം കണ്ടപ്പോൾ കൈയോടെ കയറ്റിയിട്ടതാണ് കേട്ടോ. ആയുർദളം ഞാൻ പറയാത്തൊരു പോയിന്റ് ആയിരുന്നതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ ആ ചോദ്യം കൈയോടെ കയറ്റിയിട്ടു. അതിന്റെ കൂടെ എന്താണ് ആയുർദളം എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടോ. സമാശ്വാസം പദ്ധതി. വിദ്യ, സമാശ്വാസം പദ്ധതി നമ്മൾ കണ്ടായിരുന്നല്ലോ. അതായത് ഈ ഡയാലിസിസ് വിധേയരാകുന്ന, അല്ലെങ്കിൽ മാസത്തിൽ പലതവണ, അല്ലെങ്കിൽ 1, 1, 2, 3 തവണയൊക്കെ, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 തവണയൊക്കെ ഡയാലിസിസിന് വിധേയരാകേണ്ടുന്ന രോഗികളുണ്ട്. അവരില് എന്താണ് ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന BPL വിഭാഗത്തിൽപ്പെട്ട രോഗികളാണെങ്കിൽ അതിനൊരു ചെറിയൊരു സാമ്പത്തിക സഹായം മാസത്തിൽ 1200 രൂപയോ മറ്റോ ആണ്. അങ്ങനെ ഒരു സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണെന്ത്? സമാശ്വാസം പദ്ധതി കേട്ടോ. സമാശ്വാസത്തിന്റെ പദ്ധതി. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലോട്ട് ഞാൻ തരും. 1100 ആണ്. ഓക്കെ, ശരി ശരി, 100 അതാണ് എന്താണ് സമാശ്വാസം പദ്ധതി കേട്ടോ. സമാശ്വാസം പദ്ധതി. ആയുർദളം പദ്ധതി ഇത്രേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ആയുർദളം പദ്ധതി. നമ്മുടെ കേരളത്തില് എയ്ഡ്സ് ബോധവൽക്കരണം, എയ്ഡ്സ് അല്ലെ, എയ്ഡ്സ് രോഗം, HIV വൈറസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എയ്ഡ്സ് രോഗം. അപ്പൊ എയ്ഡ്സ് രോഗം ഇപ്പൊ റീസെന്റ് ഇന്നലെ കൂടെ ഒരു വാർത്ത കണ്ടതാണ്. എന്താണ് നമ്മുടെ കേരളത്തില് 18-നും 23-നും മധ്യ പ്രായമുള്ള കുട്ടികളിൽ എയ്ഡ്സ് രോഗം വർദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈയിടെ ഒരു വാർത്തയിൽ ഇങ്ങനെ കണ്ടു. അപ്പൊ ഇത്തരത്തില് എയ്ഡ്സ് രോഗം പടർന്നു പിടിക്കുന്നതിനെതിരെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണെന്ത്? ആയുർദളം. 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 അതാണ് കാര്യം. ടീ ബ്രേക്ക് ഉണ്ട്, കാരണം ഞാനൊരു 5 മിനിറ്റ് ബ്രേക്ക് തരും, എന്നിട്ട് നമ്മൾ പുതിയ കണ്ടന്റിലേക്ക് പോകും കേട്ടോ.
സ്പെക്ട്രം ഞാൻ പറഞ്ഞല്ലോ. എന്താ പറ്റി വിദ്യക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. സ്പെക്ട്രം ഞാൻ പറഞ്ഞല്ലോ, ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ചികിത്സയ്ക്കും അവരുടെ സാമൂഹ്യ എന്താണ് സംരക്ഷണത്തിനുമൊക്കെ ആയിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് സ്പെക്ട്രം കേട്ടോ. ഓട്ടിസം. പ്രിൻസി, ആ ന്യൂസ് കുറച്ചു ദിവസമായിട്ടെന്നല്ല, ആ ന്യൂസ് കുറെ കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഇപ്പോഴാണ് അത് ചർച്ചയിലേക്ക് വന്നത് കേട്ടോ. ഈ ക്വസ്റ്റിന്റെ ആൻസർ മാതൃജ്യോതി. ഈ ക്വസ്റ്റിന്റെ ആൻസർ മാതൃജ്യോതി കേട്ടോ. സുബിത്തെ, ഈ ചോദ്യത്തിന്റെ ആൻസർ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ചോദ്യത്തിന്റെ ആൻസർ മാതൃജ്യോതി കേട്ടോ. അപ്പം എല്ലാം തീർന്നില്ലേ? കൺസേൺസ് എല്ലാം അവസാനിച്ചില്ലേ? എന്തെങ്കിലും കൺസേൺസ് ഇനി പറയാനുണ്ടോ? പ്രീവിയസ് സ്ലൈഡ് കാണിക്കണം. ഇതാണ് പ്രീവിയസ് സ്ലൈഡ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി മൃതസഞ്ജീവനി. ഇതാണ് പ്രീവിയസ് സ്ലൈഡ്. ഓക്കെ, അഖില ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അഖില താമസിച്ചാണോ വന്നേ? ഓക്കെ, രശ്മി, നമ്മുടെ ഇതിനു മുമ്പുള്ള നോട്ടുകൾ കിട്ടിയില്ലായിരുന്നോ രശ്മിക്ക്? ആശാകിരണമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതായിരുന്നല്ലോ. ആശാകിരണം എന്താണെന്നൊക്കെ ഉള്ളത് പറഞ്ഞില്ലായിരുന്നു? ആശാകിരണം പറഞ്ഞില്ലായിരുന്നോ? അതോ ആശ്വാസകിരണമാണോ പറഞ്ഞത്? എനിക്കൊന്ന് ആശ്വാസകിരണം എന്നുള്ളതായിരിക്കും അതിന്റെ ശരിയായ എന്താണ് ഒരു പ്രൊനൗൺസിയേഷൻ, ശരിയായ വേർഡ് അല്ലെ? ആശ്വാസകിരണം, അത് കണ്ടതല്ലേ? ആശ്വാസകിരണം അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആശാകിരണം, നമ്മൾ കിരണങ്ങൾ കുറെ പേര് കണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ ആദ്യം മുതൽ അതിന്റെ സ്ലൈഡുകൾ എടുത്തു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആവും. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആശാകിരണം ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ആശാകിരണം ചോദിച്ചേക്കാം. അപ്പൊ നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. ഇതേ കുറെ കിരണങ്ങളുണ്ട്. ഇവിടെ മുതലാണ് കിരണം തുടങ്ങുന്നത്. ഒന്ന് അഭയകിരണം. ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ഒന്ന് അഭയകിരണം. അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. 50 വയസ്സിന് മുകളിലുള്ള വിധവകളെയാണ് ഈ പദ്ധതിക്ക് പരിഗണിക്കുക. ഓക്കെ, അപ്പൊ അതാണ് അഭയകിരണം. ഇനി അടുത്ത കിരണം എന്ന് പറയുന്നത് ആശ്വാസകിരണമാണ്. ആശ്വാസകിരണം കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ഇനി അടുത്ത കിരണം എന്ന് പറയുന്നത് ആശാകിരണം. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണെന്ത്? ആശാകിരണം. ഇനി ഒരു കിരണം കൂടി ഉണ്ട്, ആരോഗ്യകിരണം. സംസ്ഥാനത്ത് APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. അങ്ങനെ പലതരത്തിലുള്ള കിരണങ്ങളാണ് നമ്മുടെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിലുള്ളത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഫ്രണ്ട്സ്, ശരിക്കും നമ്മുടെ നാടൊരു വഴിക്കായില്ലേ? എയ്ഡ്സ്, മയക്കുമരുന്ന്, കഞ്ചാവ്, വെള്ളമടി, എന്തെല്ലാം. ഫ്രണ്ട്സ്, പിന്നല്ലാതെ നമ്മുടെ നാടിന്റെ കാര്യം കഷ്ടം. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലെ? ശരിയല്ലേ? എന്തൊക്കെ സംഭവിക്കുന്നത്? SCRT പ്രീവിയസ് നോട്ട്, SCRTയുടെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടില്ലെന്നാണോ വിദ്യ ഉദ്ദേശിച്ചത്? ചാപ്റ്റർ SCRT ചാപ്റ്റർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നത്തേത് ഞാൻ ഇന്ന് ഇടും കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇടും. ഈ ചോദ്യങ്ങൾ ഞാൻ PDF-ൽ ചേർത്ത് അയച്ചേക്കാം കേട്ടോ. മഫ്ഹൂമ, ഈ ചോദ്യങ്ങൾ ഞാൻ PDF-ൽ ചേർത്ത് അയച്ചേക്കാം കേട്ടോ. ഉത്തരങ്ങൾ തരില്ല. ഉത്തരങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച് ഓർമ്മിക്കുക, നിങ്ങൾ ഓർത്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടെത്തി അതിനകത്ത് ആഡ് ചെയ്യുക കേട്ടോ. ചോദ്യങ്ങളും കൂടെ ഞാൻ ഈ സ്ലൈഡിന്റെ കൂടെ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത കണ്ടന്റിലേക്ക് പോകുന്നു. ഒരു 5 മിനിറ്റ്സ് നമ്മൾ ബ്രേക്ക് എടുക്കാൻ പോകുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത കണ്ടന്റിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഈ സ്ക്രീൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റ്സ്. വെള്ളം കുടിക്കേണ്ടവർക്ക് വെള്ളം കുടിക്കാം, നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം. നോമ്പൊക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ നോമ്പ് തുറക്കുന്ന സമയമൊക്കെ ആയി എന്ന് എനിക്ക് തോന്നുന്നു. അതോ കഴിഞ്ഞോ? നോമ്പ് തുറന്നോ? എല്ലാവരും കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലയോ? 5 മണിക്ക് ആ ഒരു സമയം മറ്റോ ആണെന്ന് തോന്നുന്നു. കിരണങ്ങളുടെ സൈഡ് ഞാൻ വീണ്ടും കാണിക്കണം. ചേടാ, കാണാവോ? കിരണം കാണാവോ? കിരണം കാണുന്നുണ്ടോ? നോമ്പ് സ്റ്റാർട്ടിങ് ആണ്, തുറക്കാൻ ഇനിയുണ്ട്. നോമ്പ് തുറക്കാൻ സമയം ആവുന്നുള്ളൂ. ഓക്കെ. അൻവർ വെയിറ്റ് ചെയ്യാണ്. ബാങ്ക് കൊടുത്തിട്ടില്ല ഇതുവരെ. ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അഭയകിരണം, കിരണം ഒന്നുകൂടെ കാണിക്കാമെന്ന് ചോദിച്ചുകൊണ്ടാണ്. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കിരണം, സജിതയല്ലേ എന്നോട് ചോദിച്ചത്? സജിത കാണാവോ? കിരണം കാണാവോ? ഇതാണ് അഭയകിരണമേ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അഭയകിരണം.
ബാക്കിയുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പോരാ കേട്ടോ. ആ സജ്ജന വൈകിട്ടാ രാവിലെ കഴിക്കുമല്ലോ. അതാ ഞാൻ ചോദിച്ചു കേട്ടോ. രാവിലെ ഒരു ബാങ്ക് ഉണ്ടല്ലോ, സുബഹിയോ എന്താ അത് പേരുണ്ട് മറന്നു. ഇതാണ് അഭയകിരണം കേട്ടോ. സജിത ഇതാണ് അഭയകിരണം. ഓരോന്നിനും ഞാനൊരു 10-15 സെക്കൻഡ് ഒക്കെ തരുവുള്ളേ. അഭയകിരണം, ഇതാണ് അഭയകിരണം. സുബഹി, അതാണ് സുബഹി. വൈകിട്ടത്തിന്റെ പേരെന്താ? മഗ്‌രിബോ? ഇല്ലല്ലോ, അല്ല, മറന്നുപോയി, അത് മറന്നുപോയി. എഴുതി, ഓക്കെ, ശരി. അടുത്തത് ആശ്വാസകിരണം. മഗ്‌രിബ്, അത് തന്നെ, ആശ്വാസകിരണം. ആശ്വാസകിരണം. നോമ്പ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയല്ലേ. ഇതാണ് ആശ്വാസകിരണം കേട്ടോ. ആശ്വാസകിരണം, ഇതാണ് ആശ്വാസകിരണം. നിസാ ഷാഹുൽ, നോമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇനി വൈകിട്ട് നോമ്പ് തുറക്കും. ഓക്കെ, വെരി ഗുഡ്, കൊള്ളാം, എഴുതി, ഓക്കെ. സജിത ഇതാണ് ആശാകിരണം. ഇപ്പോൾ നിങ്ങൾ മുമ്പിൽ കാണുന്നത് ആശാകിരണം. ആശാകിരണം, ആശാകിരണം, ആശാകിരണം. വിദ്യ, ഇതിന്റെ PDF കിട്ടും കേട്ടോ. റെക്കോർഡിങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കാണാം സലീമേ. എനിക്കൊരു 30 സെക്കൻഡ് തരും കേട്ടോ. ഇതാണ് ആരോഗ്യകിരണം. പക്ഷെ 30 സെക്കൻഡ് അല്ല, ഉടൻ തന്നെ. അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിലൊരു തീരുമാനമാക്കാം കേട്ടോ സലീം. ഡോണ്ട് വറി, നമുക്ക് ശരിയാക്കാം. ഞാൻ ഇത് ഇപ്പൊ ഈ ക്ലാസ് ഞാൻ ലോക്കൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വരുന്ന രീതിയിൽ അത്യാവശ്യമാണെങ്കിൽ നല്ല ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈവ് ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് ഈ ക്ലാസ് മസ്റ്റ് ആണ്. നമുക്കത് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ലാപ്പിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ സജിത, ആരോഗ്യകിരണം വരെ കിട്ടിയല്ലോ അല്ലേ? ആരോഗ്യകിരണം കിട്ടിയല്ലോ. ആരോഗ്യകിരണം, ഓക്കെ, എഴുതി, വെരി ഗുഡ്, വെരി ഗുഡ്, ഓക്കെ, കൊള്ളാം. ഓക്കെ, അപ്പൊ നമുക്കൊരു 5:35 നമുക്ക് അടുത്ത ടോപ്പിക്കായി കിടക്കാം കേട്ടോ. 5:35. നമുക്കൊരു 1-2 കാര്യങ്ങളും കൂടെ നോക്കാനുണ്ട്. അത് എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത് ഞാനൊന്ന് പറയാം കേട്ടോ. ഓക്കെ, സജിത, താങ്ക്സ് ഒന്നും വേണ്ട സജിത, ഫസ്റ്റ് മതി. അൻവറേ, കുഴപ്പമില്ല. കുറച്ച് ആൾക്കാർ എന്നോട് ചാറ്റ് ബോക്സിൽ ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് കൊടുത്തത്. അപ്പൊ നമുക്ക് ഇനി ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എല്ലാവരും പതുക്കെ ഒന്ന് തിരിച്ചു പോരാ കേട്ടോ. നമുക്കിനി പഠിക്കാനുള്ള അല്ലെങ്കിൽ ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിനി പഠിക്കാനുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. അതായത് ജീവകങ്ങളും അവയുടെ അപര്യാപ്തത ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും നമ്മൾ കണ്ടു. ഇനി സാംക്രമിക രോഗങ്ങളും രോഗകാരികളും നമ്മൾ കണ്ടു. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ കണ്ടു. ഇനി പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗം ഇതാണ്: മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവ്. 1, 2, 3, 4, 5 ഈ 5 ടോപ്പിക്കുകളിൽ നിന്നാണ് ലൈഫ് സയൻസിലെ കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കാറ്. ഈ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനമൊക്കെ ഈ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ അങ്ങ് കയറി പോകും. ഈ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളോട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. അമ്പിളി, ഞാനത് ഓർമ്മിപ്പിക്കാം കേട്ടോ. അത് ക്ലൗഡിൽ പറ്റില്ല, സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം കേട്ടോ. മിനറൽസ് ആണ്. ധാതുക്കള് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കണ്ടന്റ് ഞാൻ
എടുത്തു തരാം കേട്ടോ. ധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. കൂടുതലും വൈറ്റമിൻസിനെ കുറിച്ച് ചോദിക്കും. ഈ ധാതുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? കാൽസ്യം, അതുപോലെ നമ്മുടെ ഇതില്ലേ മെർക്കുറി ഡെഫിഷ്യൻസി, അങ്ങനെ കുറച്ച് ഒരു ചെറിയൊരു കുഞ്ഞു പോർഷൻ ഉണ്ട്. അതൊരൊറ്റ ടേബിളിൽ തീരാവുന്ന കേസുള്ളൂ. അത് ഞാൻ ഈ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ എടുക്കുന്നതിന്റെ കൂടെ ഞാൻ അതൊരു ടേബിളായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. സജിത ഞാൻ LP-UP കാര്യം ഞാൻ പലതവണ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു. അതായത് നമ്മുടെ LP-UP സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ഒരു 70% ഓഫ് സിലബസും കോമൺ ആണ്, അതായത് ജനറൽ ടോപ്പിക്കലാണ്, അല്ലെ? ശരിയല്ലേ? ബാക്കി 30% സൈക്കോളജി, അതുപോലെ പെഡഗോഗി അടക്കമുള്ള കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബേസിക് ടോക്സിൽ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, കോമൺ ടോപ്പിക്കുകളെല്ലാം CLP ഭാഗമായിട്ട് നമ്മൾ ഡീൽ ചെയ്യും. അപ്പൊ ആ CLP ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുന്നതിലൂടെ LP-UP മാത്രമല്ല മറ്റെല്ലാ കേരള PSC പരീക്ഷകളും എഴുതാനായിട്ട് നിങ്ങൾ എക്യുപ്പ് ആവുകയാണ്. ഒന്നാമത്തെ കാര്യം. ഇനി അതിനുശേഷം സ്പെഷ്യൽ ടോപ്പിക്കുകളായ സൈക്കോളജി, പെഡഗോഗി അടക്കമുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അടക്കമുള്ള ചില ടോപ്പിക്കുകൾ, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പ്രത്യേകമായി വൈകുന്നേരങ്ങളിൽ സ്പെഷ്യൽ ടോപ്പിക് സെഷനിൽ എടുത്ത് തരുന്നതായിരിക്കും. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഡിലേ മാത്രമാണ് ഇപ്പൊ നിങ്ങൾ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം. തൽക്കാലം നിങ്ങൾ ഈ കണ്ടന്റ്, ജനറൽ കണ്ടന്റ് ഒക്കെ പക്കാക്കി വെക്കാം. ഈ ഒരു മാർച്ച് മാസം പകുതിക്ക് ശേഷം ഈ LP-UP സ്പെഷ്യൽ ടോപ്പിക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുകയും ചെയ്യും. ഓക്കെ. പെഡഗോഗി എന്ന് വെച്ചാൽ എന്തോ, അത് ഈ BEd പഠിക്കുന്ന ഒരു സംഗതിയാണ്. ഈ എന്താണ് ടീച്ചിങ്, എന്താണ് അതെന്താണ് ഈ LP-UP പറഞ്ഞ് എന്താണ് ശരിക്കും ഈ പെഡഗോഗി എന്നാണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു കരിക്കുലം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിന്റെ ഒരു സിസ്റ്റം ആണ് പെഡഗോഗി എന്ന് പറഞ്ഞാൽ. അതിന്റെ ഒരു എന്താ, ഞാൻ ഈ BEd ആൾക്കാരൊക്കെ ആയിട്ട് പരിചയമുള്ളവർ പറയുന്ന കേട്ടുള്ള പരിചയം എനിക്കുള്ളൂ. ഇനി കെമിസ്ട്രി ക്ലാസ് എപ്പോഴാണ്? കെമിസ്ട്രി ക്ലാസ് ഉടൻ കേട്ടോ, ഉടൻ വരുന്നു. ബ്രേക്ക് കഴിഞ്ഞെത്തിയവരോട് ഞാൻ പറയായിരുന്നു കേട്ടോ. അപ്പോഴാണ് എന്നോട് നമ്മുടെ ഈ LP-UP കാര്യം ചോദിച്ചത്. KTT കിട്ടി, ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു, KTT കിട്ടി, വെരി ഗുഡ്, നല്ല കാര്യം. ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ആണ് പെഡഗോഗി. എങ്ങനെ പഠിപ്പിക്കണം, എന്താണ് അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ എന്നതിനെ പറ്റിയൊക്കെയാണ് അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ BEd പഠിക്കുന്നവർക്ക് അങ്ങനെ പെഡഗോഗി എന്ന് പറഞ്ഞൊരു പേപ്പർ തന്നെ ഉണ്ട് പഠിക്കാനായി. അതാണ്. ഓക്കെ, ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. പെഡഗോഗി, ഇതാണ് പ്രിൻസിപ്പിൾ. അതായത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ, ആ കുട്ടിയിലേക്ക് ഒരു കണ്ടന്റ് എത്തിക്കാനായിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ അവന്റെ എന്താണ്, അവന് ഏത് തരത്തിലുള്ള ലേണർ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ടീച്ചർ അവന് കണ്ടന്റ് ഡെലിവറി ചെയ്യാൻ എന്നൊക്കെയുള്ള കുറച്ച് തിയറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില കുട്ടികൾ സ്ലോ ലേണേഴ്സ് ആയിരിക്കും, ചിലര് ക്വിക്ക് ലേണേഴ്സ് ആയിരിക്കും, ചിലര് കിളി പോയ ടീംസ് ആയിരിക്കും. അങ്ങനെ പല കുട്ടികളുണ്ടല്ലോ. അപ്പൊ അവരെ മനസ്സിലാക്കി ഒരു ടീച്ചർ എങ്ങനെ അവർക്ക് ഈ കണ്ടന്റ് ഡെലിവറി ചെയ്യുന്നു, എങ്ങനെ പഠിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് പെഡഗോഗ്. അതൊരു BEd ഒരു പേപ്പറായിട്ടുണ്ട്. പെഡഗോഗ് മീൻസ് ടീച്ചർ, അങ്ങനെ ഒരു വാക്കിൽ നിന്നാണ് അല്ലേ പെഡഗോഗി എന്നൊരു സംഗതി ഉണ്ടാകുന്നത്. ഓക്കെ, വെരി ഗുഡ്. സൈക്കോളജി ഒക്കെ എടുക്കും കേട്ടോ, എടുക്കുമായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാകും എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത കണ്ടന്റിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഈ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഡിഗ്രി ലെവൽ സ്പീഡ് റിവിഷൻ ക്ലാസ് വേറൊരു കോഴ്സ്. സ്പീഡ് റിവിഷൻ ക്ലാസ് ഒരു സെപ്പറേറ്റ് കോഴ്സ് തന്നെയാണ് കേട്ടോ. റാപ്പിഡ് റിവിഷൻ ഒരു സെപ്പറേറ്റ് കോഴ്സ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. ഷിജി, റാപ്പിഡ് റിവിഷൻ ഒരു സെപ്പറേറ്റ് കോഴ്സ് തന്നെയാണ്. കെമിസ്ട്രി ഫിസിക്സ് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം. കെമിസ്ട്രിയിൽ നിന്ന് 3 ചോദ്യങ്ങൾ, ഫിസിക്സിൽ നിന്ന് 3 ചോദ്യങ്ങൾ, 3 ചോദ്യങ്ങളാണ് ഈ 2 സബ്ജക്റ്റിൽ നിന്നും ചോദിക്കുക. അപ്പൊ നമ്മൾ ഒരു 10-12 ക്ലാസ്സുകൾ ഈ കെമിസ്ട്രിക്കും ഫിസിക്സിനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. അതുകൊണ്ട് മിനിമൽ ക്ലാസ്സിലൂടെ മാക്സിമം കണ്ടന്റ്, അതും ഹൈ ഫോക്കസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളിലേക്ക് തരും. അതുകൊണ്ട് ഇനിയും ക്ലാസ് ഉണ്ടാവും, ആ കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. സ്പീഡ് റിവിഷന്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയണമെങ്കിൽ അത് ഓഫീസ് നമ്പറിൽ തന്നെ വിളിച്ച് അന്വേഷിക്കണം. കാരണം എനിക്ക് ഈ ഒരു ഫിനാൻസുമായിട്ടൊരു ബന്ധം ഇല്ല എന്നുള്ള കാര്യം വിനീതമായി അറിയിക്കട്ടെ. ഓക്കെ. RRSന്റെ റാപ്പിഡ് റിവിഷന്റെ ടൈമിംഗ് 8:30 to 9:30. 8:30 സ്റ്റാർട്ട് ചെയ്യും. 8:30 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് നമ്മൾ എന്നിട്ട് HFB ഹൈ ഫോക്കസ് ബാച്ചിലുള്ളവർക്ക് HFB ആയിട്ട് മെർജ് ചെയ്യും. അതാണ് അതിനകത്തെ കാര്യം കേട്ടോ. അപ്പൊ HFB ആയിട്ട് മെർജ്, ചിലപ്പോൾ 10 മണി വരെ പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. 8:30 മുതൽ 10 മണി വരെ പോകാനുള്ള സാധ്യതയാണ് ഞാൻ ഇപ്പൊ നിലവിൽ കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും തിരിച്ചു വന്നേ.
നമുക്ക് ഈ കാര്യം ഒന്നും കൂടെ തുടങ്ങി വെച്ചിട്ട് നമുക്ക് പിരിയാം. അതായത് നിങ്ങൾ ഈ സ്ക്രീനിൽ എന്താ കാണുന്നത്? ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ഭാഗത്തിലെ സിലബസ് ആണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ നിലവിൽ ഞാൻ തന്നെ ഈ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് എടുത്തു തീർത്ത ഭാഗങ്ങളെ പറ്റി നമുക്കൊന്നും ശ്രദ്ധിച്ചു നോക്കാം. 2 ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞു. 3-ാം നമ്പറിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും നമ്മൾ എടുത്തു കഴിഞ്ഞു. 4-ാം നമ്പറിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. 5-ാം നമ്പറിൽ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവ് എന്നുള്ളതാണ്. ഈ 5 മേഖലകളിൽ നിന്നാണ് നിലവിൽ PSC ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചതായി കണ്ടിട്ടുള്ളത്. ഓക്കെ, മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവ്. ഇവിടെ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവ് എന്ന ഭാഗത്തു നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ 100% SCERT പാഠപുസ്തകത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ നമ്മുടെ SCERT ക്രാക്കർ അനുസരിച്ച് നിങ്ങൾ ആ ബയോളജിയുടെ ചാപ്റ്ററുകൾ വായിക്കേണ്ട ദിവസങ്ങൾ വരുമ്പോൾ ഒരു എഫേർട്ട് എടുത്ത് വായിച്ച് മനസ്സിലാക്കി നോട്ട് കുറിച്ച് വെച്ചാൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കിട്ടും. അതായത് 1 എന്ന നമ്പറിൽ കിടക്കുന്ന മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവ്, 6 എന്ന നമ്പറിൽ കിടക്കുന്ന അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം. ഈ 2 ടോപ്പിക്കുകളും SCERT-യിൽ നിങ്ങൾക്ക് പക്കായിട്ട് കിട്ടും. SCERT വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നും പറഞ്ഞ് ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാതിരിക്കുകയുമില്ല. പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. ഇത് കൂടാതെ SCERT ക്രാക്കർ ബയോളജി ഡീൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 12ഓളം ചാപ്റ്ററുകൾ നമുക്ക് വായിക്കാനുണ്ട്. 12-ലധികം ഉണ്ടെങ്കിലേ ഉള്ളൂ. എല്ലാം കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നതിലൂടെ SCERT വിച്ച് സ്റ്റാൻഡേർഡ് എന്ന ചോദ്യത്തിന് ഒരു വലിയ ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത്. 6-ലുണ്ട്, 7-ലുണ്ട്, 8-ലുണ്ട്, 9-ലുണ്ട്, 10-ലുണ്ട്. അതിൽ വിവിധങ്ങളായിട്ടുള്ള ചാപ്റ്ററുകളുണ്ട്. അത് SCERT-യുടെ ഷെഡ്യൂളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും അല്ലെ? SCERT ക്രാക്കർ ഷെഡ്യൂൾ ഗ്രൂപ്പിൽ ഇടുന്നത് പോലെ വായിക്കേണ്ട ചാപ്റ്ററുകൾ ബയോളജിയുടെ ക്രാക്കർ സീരീസ് വരുമ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊള്ളുക. ഒരു നിസ്സംഗതയും കാണിക്കാതെ അതിനകത്തെ കണ്ടന്റുകൾ വായിച്ച് മനസ്സിലാക്കി നോട്ട് കുറിച്ച് വെച്ചോളുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത CLP ക്ലാസ്സിൽ നിങ്ങളുടെ ഫാക്കൽറ്റിയോട് ചോദിച്ച് അതൊന്ന് ക്ലിയർ ചെയ്തോളുക. പരമാവധി എന്നോട് തന്നെ ചോദിക്കാൻ ശ്രമിക്കുക. SCERT ഡീൽ ചെയ്യുന്ന ഞാനായതുകൊണ്ട്. അതല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചാൽ മതി എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ. പിന്നീട് നമുക്ക് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്ത് അതിലൊരു സോൾവ് ആക്കാം. ഇത്രയും കാര്യമാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കുകയാണ്. മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ക്ലാസ്സിൽ കിട്ടില്ല. മാത്രവുമല്ല, എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്ത് പഠിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ MBBS-നല്ല പഠിക്കുന്നത്, നമ്മൾ PSC പരീക്ഷയ്ക്കാണ് പഠിക്കുന്നത്. അതുകൊണ്ട് PSC ഇതുവരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ മേഖലകളിൽ നിന്നായിരിക്കും കൂടുതൽ കണ്ടന്റുകൾ നമ്മൾ ഡെലിവർ ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ബ്രെയിൻ, തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കം എന്ന് നമ്മൾ പറയും. അതിൽ PSC ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ തലച്ചോറ് എന്നൊക്കെ പറയുന്ന സംഗതി. ഓക്കെ, ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം എന്നാണ് ഇത് അറിയപ്പെടുക. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംഗതിയാണെന്ത്? തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇതുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് ഈ തലച്ചോറിന്റെ പ്രസക്തി, പ്രാധാന്യം എന്നത് മനസ്സിലാക്കി വെക്കുന്നത് PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മസ്തിഷ്കത്തിലേക്ക് പോവാണ്, ബ്രെയിനിലേക്ക് പോവാണ്. SCERT പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞ 9-ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു ടേബിൾ ആണ് അല്ലെങ്കിൽ ഒരു ഇല്ലിസ്ട്രേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ ഒരൊറ്റ ഇല്ലിസ്ട്രേഷൻ മനഃപ്പാഠമാക്കുന്നതിലൂടെ ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. എവിടെയെങ്കിലും ഈ ഒരു ഇല്ലിസ്ട്രേഷനകത്തുനിന്ന് ഒരു ചോദ്യം ചോദിച്ചിരിക്കും. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു PSC പരീക്ഷ, നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന ഏതെങ്കിലും ഒരു PSC പരീക്ഷയിൽ ഉറപ്പായിട്ടും ഈ ഇല്ലിസ്ട്രേഷനിൽ നിന്ന് ഒരു ചോദ്യം നിർബന്ധമായും ചോദിച്ചിരിക്കും. സോ ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇല്ലിസ്ട്രേഷൻ ആണ്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ക്ലിയർ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് പരമാവധി ക്ലാരിറ്റി കിട്ടുന്ന രീതിയിലാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആ, 10-ാം ക്ലാസ് ആണെങ്കിൽ 10-ാം ക്ലാസ്. ഓക്കെ, 10-ാം ക്ലാസ്സിലെയാണ്.
ഓക്കെ, ഞാൻ ഇന്നലെ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. 9 ആണോ 10 ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. എനിവേ, എന്താണല്ലോ ഇത് SCERT-യിലെ എന്താണ് നമ്മുടെ മനുഷ്യന്റെ പ്രതികരണ ശേഷിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്ന് ഞാൻ ക്രോപ്പ് ചെയ്തെടുത്തൊരു ഭാഗമാണ്. ആ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ PSC അതെല്ലാം ഒന്നും ചോദ്യത്തിൽ ഉൾപ്പെടുത്താനുള്ള ചാൻസസ് ഇല്ല, സാധ്യതയില്ല. പക്ഷെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് താൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങി വെക്കുകയാണ് കേട്ടോ. ബ്രെയിനിൽ തുടങ്ങി വെക്കുക. തലച്ചോർ, മസ്തിഷ്കം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എല്ലാമായി കാണുന്ന എന്താണ് തലച്ചോറിനെ പറ്റി ഏതാനും പോയിന്റുകൾ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഏറ്റവും ആദ്യം, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് സെറിബ്രമാണ്. സെറിബ്രം തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് സെറിബ്രമാണ്. സെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സെറിബ്രമാണ്. മസ്തിഷ്കത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? അത് സെറിബ്രമാണ്. സെറിബ്രം ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാലും അത് സെറിബ്രം. അതായത് നമ്മൾ പുറത്തുനിന്നൊക്കെ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു തലച്ചോറിന്റെ മാതൃക ഉണ്ടല്ലോ, അതില് ധാരാളം ചുളിവുകളും ഫോൾഡുകളും ഒക്കെ ഉള്ള ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആ ഭാഗമാണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രം എന്ന് പറയുന്നത്. ഇനി സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. അപ്പം പുറം ഭാഗമാണ് കോർട്ടക്സ് എന്നും ഉൾഭാഗമാണ് മെഡുല്ല എന്നും ഓർത്തിരിക്കുക. ചാരനിറമുള്ള പുറം ഭാഗമാണ് കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗമാണ് മെഡുല്ല എന്നും ഓർത്തിരിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കഴിഞ്ഞ വർഷം PSC ചോദിച്ച ചോദ്യമാണ്. മനുഷ്യന്റെ ചിന്ത, മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ ഓർമ്മ, മനുഷ്യന്റെ ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ചിന്ത, മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ ഓർമ്മ, മനുഷ്യന്റെ ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ സെറിബെല്ലം, ഓപ്ഷൻ ബി മെഡുല്ല ഒബ്ലാങ്കേറ്റ, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി തലാമസ് എന്നുള്ള രീതിയിൽ PSC തന്നു കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷനിലേക്കും പോകാതെ ഉത്തരം ഓപ്ഷൻ സെറിബ്രം എന്ന് ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതിനാണ് ഇവിടെ ഈ പോയിന്റ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി മറ്റെന്തൊക്കെ കാര്യങ്ങൾ? ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. സെൻസ് അല്ലെ, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരു അനുഭവം സൃഷ്ടിച്ചെടുക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു, വോളണ്ടറി ആക്ഷൻസിനെ നിയന്ത്രിക്കുന്നു. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? അതും സെറിബ്രമാണ്. സെറിബ്രമാണ്. ഇതാണ് സെറിബ്രം എന്നതുകൊണ്ട് അല്ലെങ്കിൽ സെറിബ്രത്തിന്റെ ദൗത്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് സെറിബ്രം എന്നുള്ളതിന്റെ വളരെ ചുരുങ്ങിയ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും പോയിന്റുകൾ. സെറിബ്രം, സെറിബ്രം. ഓക്കെ, അപ്പൊ ഈ കണ്ടന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ PDF വരുമ്പോൾ ഒന്ന് വായിച്ച് നോക്കിയാലും മതി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് സെറിബ്രം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് നോക്കേണ്ട ആള് സെറിബെല്ലമാണ്. സെറിബെല്ലം എന്താണ്? സെറിബെല്ലം മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് എന്ത്? സെറിബെല്ലം. സെറിബെല്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കണ്ടിട്ടുണ്ടാവും. സെറിബെല്ലം, സെറിബെല്ലം. ഓക്കെ, ഇവിടെ ഒരു ഇലിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അവർ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഒരു ബ്ലൂ ലൈനിലൂടെ ഒരു ആരോ ഒക്കെ ഇട്ട് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് എവിടെയാണ് സെറിബെല്ലം എന്ന്. സെറിബെല്ലം എന്ന് അല്ലെ? ഓക്കെ, എന്തോ അഖില ഐച്ഛിക ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ നിയന്ത്രണത്തിന് വിധേയമായി നമ്മുടെ ശരീരത്തിൽ നടക്കപ്പെടുന്ന ചലനങ്ങളാണ് ഐച്ഛിക ചലനങ്ങൾ. നമ്മൾ ആഗ്രഹിക്കുന്നു, എന്താണ്, അങ്ങോട്ട് മാറിയിരുന്നേക്കാം, നമ്മൾ ചലിക്കുന്നു. അത് നമ്മുടെ ആഗ്രഹം കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? നമ്മൾ എന്താണ് തീരുമാനിക്കുന്നു, എന്താണ് കുറച്ചു നേരം എന്താണ് മിണ്ടാതിരിക്കാം അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൈകൾ ചലിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ വിരലുകൾ ഒന്ന് ഞൊടിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണം നമ്മുടെ പൂർണ്ണമായ അറിവിലൂടെ നമുക്ക് സംഭവിക്കുന്ന ഒരു ചലനമാണ് ഐച്ഛിക ചലനം. ഓക്കെ,
നമുക്ക് സംഭവിക്കുന്ന ഒരു ചലനമാണ് എന്ത് ഐച്ഛിക ചലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാതെ ശരീരത്തിൽ സംഭവിക്കുന്ന ചലനങ്ങളെയാണ് അനൈച്ഛിക ചലനങ്ങൾ അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് നമ്മൾ പറയുക. ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതാണ് ഐച്ഛിക ചലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ, ഐച്ഛിക ചലനം. ഇനി അടുത്തതിലേക്ക് വരാം. സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ടാണ് എന്ത് സെറിബെല്ലം കാണുക. ചുളിവുകളും ചാലുകളും എവിടെയും ഉണ്ട്, സെറിബെല്ലത്തിൽ ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സെറിബെല്ലത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നത് ആരാണ്? സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലന നിലയെ നിയന്ത്രിച്ചു നിർത്തുന്നത് ആരാണ്? നിയന്ത്രിച്ചു നിർത്തുന്നത് നമ്മുടെ സെറിബെല്ലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മദ്യപാനികൾ അമിതമായിട്ട് മദ്യപിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ തലച്ചോറിലുള്ള സെറിബെല്ലത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാമ്പായിട്ട് കിറങ്ങി നടക്കുന്നത്. മനുഷ്യന്റെ ശരീരത്തിന്റെ തുലന നില നഷ്ടപ്പെട്ടു പോകും, കൺട്രോൾ പോകും. അപ്പൊ നമ്മൾ കിറങ്ങിയടിച്ച് പാമ്പായിട്ട് റോഡിലും തോട്ടിലും ഓടയിലും ഒക്കെ കിടക്കേണ്ടി വരുന്നതായിട്ട് വരുന്നു. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ മദ്യം എവിടെയാ ബാധിക്കുന്നത്? സെറിബെല്ലത്തെയാ ബാധിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിന്റെ തുലന നില എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടും, കൺട്രോൾ പോകും. അപ്പൊ നമ്മൾ കിറങ്ങി നടക്കുന്നു. ഇതാണ് അതിനകത്തൊരു കാര്യം. അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ തുലന നിലയെ നിയന്ത്രിക്കുന്ന ആരാ? സെറിബെല്ലമാണ് കേട്ടോ, സെറിബെല്ലം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയും. മെഡുല്ല ഒബ്ലാങ്കേറ്റ. അതായത് നമ്മുടെ സെറിബെല്ലത്തിന്റെ ഒക്കെ താഴെയായിട്ട് ഇവിടെ ഒരു ചെറിയ കുനിപ്പ് പോലെ നമ്മുടെ തലച്ചോറിന്റെ ഒക്കെ പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരാളാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ദണ്ഡ് പോലെ കാണപ്പെടുന്ന ഒരാളാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നറിയാവോ? മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നറിയാവോ? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ്. ഹൃദയസ്പന്ദനം, ഷിജി ലിറ്റിൽ ബ്രെയിൻ എന്ന് സെറിബെല്ലം അറിയപ്പെടുന്നുണ്ട്. ലിറ്റിൽ ബ്രെയിൻ എന്നും സെറിബെല്ലം അറിയപ്പെടുന്നു. എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട് കേട്ടോ, എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്. ഞാൻ ലുബ്ധിച്ചിട്ടില്ല, എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. കണ്ടോ, സ്ലൈഡ് എൻ്റെ ഉണ്ട്. ഞാൻ ഈ ഒരു ടേബിളിൽ നിന്നും തുടങ്ങാമെന്ന് വിചാരിച്ചാ കേട്ടോ, ഈ ഒരു ടേബിളിൽ നിന്നും തുടങ്ങാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഓക്കെ, എന്താണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാ? സെറിബ്രം. അതായത് ഒരു മനുഷ്യൻ നടക്കുന്നു, അത് ഐച്ഛിക പ്രവർത്തനമാണ്. ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, അത് ഐച്ഛിക പ്രവർത്തനമാണ്. ഒരാൾ എടുത്ത് ചാടുന്നു, അത് ഐച്ഛിക പ്രവർത്തനമാണ്. ഒരാൾ എന്നാൽ കരഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്നു, അത് ഐച്ഛിക പ്രവർത്തനമാണ്. എന്നാൽ ഓടിയേക്കാം എന്ന് വിചാരിക്കുന്നു, അത് ഐച്ഛിക പ്രവർത്തനമാണ്. കാരണം എന്താ? നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമാണ് ഈ പ്രവർത്തനം. ഭക്ഷണം കഴിക്കാതിരിക്കണോ? ഓക്കെ ശരി, ഞാൻ കഴിക്കുന്നില്ല, തീരുമാനിക്കാം. ഓടാതിരിക്കണോ? ഓക്കെ ശരി, ഓടുന്നില്ല, നിൽക്കാം. ഇതൊക്കെ ഈ ചലനങ്ങൾ എന്താണ്? ഒരു മനുഷ്യന്റെ ബോധത്തിനും നിയന്ത്രണത്തിനും വിധേയമാണ്. അതേസമയത്ത് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്താ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഹൃദയം ഇടിപ്പ് അങ്ങ് നിർത്തിയേക്കാം എന്ന് വിചാരിച്ചാൽ നിൽക്കുവോ? നിൽക്കില്ല, ശരിയല്ലേ? നിൽക്കില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ശ്വാസം അങ്ങ് പിടിച്ചു വെച്ച് അങ്ങ് നിർത്തിയേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല, കാരണം നമ്മുടെ ശരീരം അതിനെതിരെ പ്രതികരിക്കും. അപ്പൊ ഇത്തരത്തില് നമ്മുടെ അനുവാദം കൂടാതെ തന്നെ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായി തന്നെ ശരീരത്തിൽ സംഭവിക്കുന്ന ചലനങ്ങളാണെന്ത്? അനൈച്ഛിക പ്രവർത്തനങ്ങൾ. ഇതില് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഇതാണ് കാര്യം. അപ്പൊ നമ്മൾ സെറിബ്രം കണ്ടു, സെറിബെല്ലം കണ്ടു, മെഡുല്ല ഒബ്ലാങ്കേറ്റ കണ്ടു. ഇനി രണ്ടുപേരും കൂടെ ഉണ്ട്. ഒന്ന് തലാമസ്. നമ്മുടെ തലച്ചോറിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരാളാണ് തലാമസ്. എന്താണ് തലാമസിന്റെ പ്രത്യേകത? സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്ന ആളാരാണ്? തലാമസ് ആണ് കേട്ടോ. സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ തലാമസ്. ഇവിടെ ഉള്ളിലായിട്ട് സെറിബ്രത്തിന് താഴെയായിട്ട് ആരുണ്ട്? തലാമസ് ഉണ്ട്. സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണത്തിന്റെ കാരണമാകുന്നതും ആരാണ്? നമ്മുടെ തലാമസ്. അതായത് മനുഷ്യന്റെ
നമ്മൾ പ്രതികരിക്കുമല്ലോ, ഓരോ കാര്യങ്ങളോടും നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെയാ? ആ ഒരു സന്ദേശം നമ്മുടെ തലച്ചോറിലേക്ക് എത്തി അത് പ്രോസസ്സ് ചെയ്ത് അതിനുള്ള പ്രതികരണമായിട്ട് തിരിച്ച് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തുമ്പോഴാണല്ലോ പ്രതികരണം ഉണ്ടാവുന്നത്. ഈ ഒരു യാത്രയെ, അതായത് ഈ സന്ദേശത്തെ തലച്ചോറിലേക്കും അതിന്റെ മറുപടിയെ പിന്നീട് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ എത്തിക്കുന്നതിനെ സ്വാധീനിക്കുന്നത് ആരാണ്? തലാമസാണ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രത്തിലേക്കും ഉള്ള ഈ ഒരു സന്ദേശങ്ങളുടെ യാത്ര ഉണ്ടല്ലോ, അതിനെ ക്രോഡീകരിക്കുന്നത് തലാമസാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് ആരാണ്? തലാമസാണ്. അതായത് ഇപ്പം എന്താണ്, നമുക്കൊരു അത്യാവശ്യ കാര്യം, ഉദാഹരണത്തിന് നമ്മുടെ കയ്യ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു സങ്കടം വന്നു, എനിക്ക് കരയണമെന്ന് തോന്നി. ഓക്കെ, ഒരു സങ്കടം വന്നു, എനിക്ക് കരയണമെന്ന് തോന്നി. അപ്പം എൻ്റെ എന്താ ശരീരത്തിൽ നിന്ന് ഒരു സന്ദേശം നേരെ തലച്ചോറിലേക്ക് പോവാണ്, ഇങ്ങനെ പതുക്കെ യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ തലാമസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തലാമസ് നോക്കിയപ്പം ഇവനിപ്പോ കരയേണ്ട ആവശ്യമൊന്നും ഇല്ല, ഇവന് അത്യാവശ്യം ധൈര്യമൊക്കെ ഉള്ള പയ്യനാണ്, അതുകൊണ്ട് ഇവനിപ്പോ കരച്ചിൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തലാമസ് തീരുമാനിച്ചാൽ നമുക്ക് എത്ര സങ്കടം വന്നാലും നമ്മൾ എന്ത് ചെയ്യൂല? കരയൂല. നമുക്ക് എത്ര സങ്കടം വന്നാലും നമുക്ക് കരയാൻ പറ്റൂല. അതുപോലെ നമ്മുടെ കയ്യിൽ ഒരു മുള്ളുണ്ട്, കൈ മുള്ളുണ്ട്, എനിക്ക് വേദനിക്കണമെന്നുണ്ട്, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് വേദനിക്കണം. പക്ഷെ ഈ വേദനയുടെ സന്ദേശം തലാമസിൽ ചെന്നപ്പോൾ തലാമസ് തീരുമാനിക്കോ ഇപ്പൊ ഇവന് വേദനയുടെ ആവശ്യമില്ല, ഇവന് കുറച്ച് സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് തലാമസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, എന്നാ മോനെ വേദനിച്ചോടാ എന്ന് പറയാൻ തലച്ചോറിന് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് വേദന അനുഭവപ്പെടില്ല. എത്ര തവണ കുത്തിയാലും നമുക്ക് വേദന അനുഭവപ്പെടില്ല. അപ്പൊ ഇത്തരത്തില് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ, അതായത് സന്ദേശങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ തലച്ചോറിലേക്ക്, സെറിബ്രത്തിലേക്ക് അയക്കുന്നത് ആരാ? അയക്കുന്നത് തലാമസ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണും കേട്ടോ. അത് നെർവസ് സിസ്റ്റത്തിലാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യത്തോട് പ്രതികരിക്കുന്നത്. നമ്മൾ തീയിലേക്ക് നമ്മുടെ കൈ അടുത്തിലും പെട്ടെന്ന് നമ്മൾ കൈ വലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു പട്ടി ഓടിക്കാൻ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ജീവനെ കൊണ്ട് ഓടുന്നത്? അതല്ലെങ്കിൽ പാമ്പിനെ കാണുമ്പോൾ നമ്മുടെ പേടിച്ച് ഹൃദയമിടിപ്പ് കൂടുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഉള്ളത് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കാണും. അത് നമ്മുടെ നാഡീ വ്യവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നെർവസ് സിസ്റ്റവുമൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. തലച്ചോറ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്കൊക്കെ വരും കേട്ടോ. ഇനി തലാമസിന് ശേഷം നമുക്ക് പഠിക്കാനുള്ള ഒരാളാണ് ഹൈപ്പോ തലാമസ്. തലാമസിനെ തൊട്ട് താഴെ കാണുന്നു. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അതായത് മനുഷ്യന്റെ ആന്തരികമായ സമസ്ഥിതി, മനുഷ്യന്റെ ഉള്ളിലെ ഹീമോസ്റ്റാസിസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിലെ ജൈവ പ്രവർത്തനങ്ങളെ കൃത്യമായി ക്രോഡീകരിച്ച് നിയന്ത്രിച്ച് നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരാളാണെന്ത്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ്. ഇത് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായാലും നോ ഇഷ്യൂസ്, ഒരു പ്രശ്നമില്ല. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഹൈപ്പോതലാമസ്, എന്താണ് തലാമസ് എന്നൊക്കെ തുടർന്ന് വരുന്ന സ്ലൈഡുകളിൽ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഡോണ്ട് വറി, ബി ഹാപ്പി. അപ്പൊ ഇതാണ് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട പ്രാഥമികമായ കാര്യം. ഈ മൂന്ന് കേട്ടോ, സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, അതുപോലെ തലാമസ്, ഹൈപ്പോതലാമസ്. ഈ ഒരു ഇല്ലിസ്ട്രേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇല്ലിസ്ട്രേഷൻ ആണ്. ഇതൊന്ന് നിങ്ങൾ മനസ്സിലൊന്ന് കയറ്റിക്കണം കേട്ടോ. മനസ്സിലൊന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. തലച്ചോറിന്റെ, ബ്രെയിനിന്റെ പാർട്സ്, പ്രധാനപ്പെട്ട ഭാഗങ്ങളും അവയുടെ പ്രാധാന്യവുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതൊരു തുടക്കമാണ് കേട്ടോ. ഇനി നമ്മൾ തുടർന്ന് അങ്ങോട്ട് മനുഷ്യ ശരീരത്തിലെ തലച്ചോറ് കാണും, ഹൃദയം കാണും, കിഡ്നി കാണും, കരള് കാണും, രക്തത്തെ പറ്റി കാണും, കോശങ്ങളെ പറ്റി കാണും. കോശങ്ങളെ പറ്റി ഇതാണ് പ്രധാനമായിട്ടും BSc ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള മേഖലകൾ. ഇതാണ് ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി ഒന്നും ന്യൂ പഠിപ്പിക്കുന്നില്ല, നമ്മുടെ സമയം ഏകദേശം ആയതാണ്. പുതിയ കണ്ടന്റ് ഒന്നും പഠിപ്പിക്കുന്നില്ല. ജസ്റ്റ് അത്യാവശ്യക്കാർക്ക് ലീവ് ആകാം കേട്ടോ. അത്യാവശ്യക്കാർക്ക് ലീവ് ആകാം. ഓക്കെ റോഷിനി, ഓക്കെ കേട്ടോ. നമ്മള് പെട്ടെന്ന് ഓക്കെ ആവട്ടെ കേട്ടോ. ഒന്ന് പോയി കയറിയതുള്ള. ഓക്കെ, നോ ഇഷ്യൂസ്, നോ ഇഷ്യൂസ്, നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ നിങ്ങളിത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്ത് വെക്കുകയും കൂടി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് എടുത്ത് റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയ നോട്ടാണല്ലോ, പഠിച്ചേക്കാം എന്നൊക്കെ ഉള്ള ഒരു ഷഹാന എഴുതിയല്ലേ എന്നൊരു മാനസികമായിട്ടുള്ളൊരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും എഴുതിപ്പിക്കുന്ന ക്ലാസ്. ഓക്കെ, അപ്പൊ ഞാനിത് സ്ക്രീൻ കുറച്ചു നേരം കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. നിങ്ങൾ അത്യാവശ്യം പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമ്മൾ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റുകൾ തുടർന്ന് പഠിക്കുന്നതായിരിക്കും എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഇത്രയും നേരവും നമ്മുടെ കൂടെ ഇരുന്ന് ക്ലാസ് കണ്ട സഹകരിച്ച ആൾക്കാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
പുതിയതായിട്ട് വന്നവർ ഒരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട, അവർ കംഫർട്ടബിൾ ആണ് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കരുതുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് മിസ്സാവില്ല. നിങ്ങൾ എവിടെയാണോ തുടങ്ങിയത് അതിന് തൊട്ട് മുൻപത്തെ ക്ലാസ് വരെ എത്തി നിൽക്കുന്ന ഒരു സൈക്കിളിന്റെ ഭാഗമാണ് നിങ്ങൾ. സോ എല്ലാ സിലബസിന്റെ ഭാഗവും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ സൈക്കിളിൽ നിന്നും പുറത്തു പോവുകയുള്ളൂ. അത് നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളട്ടെ. ഓക്കെ, അപ്പൊ അവർക്കും പുതിയതായി ആദ്യമായി നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നവർക്കും ഞാനൊരു പ്രത്യേകമായിട്ടുള്ള സ്വാഗതം അറിയിക്കുന്നു. കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം ഫാമിലിയിലേക്ക് നിങ്ങൾക്കും സുസ്വാഗതം. നമുക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ, അഞ്ജല താങ്ക് യു അഞ്ജല. മിനി താങ്ക് യു. സിന്ധു താങ്ക് യു. ശ്രുതി താങ്ക് യു ശ്രുതി. നിത്യ താങ്ക് യു. നിത്യ യെസ്. സഞ്ജയ് കൃഷ്ണ താങ്ക് യു. ജയന്തി താങ്ക് യു. നിഷിത താങ്ക് യു. അയാൻ എഴുതി എന്ന് പറയുന്നു, വെരി ഗുഡ്. ശാലിനി താങ്ക് യു. അശ്വതി താങ്ക് യു. അർച്ചന യെസ് താങ്ക് യു. വൃന്ദ താങ്ക് യു. ഓക്കെ, ഹാവ് എ നൈസ് ഡേ കേട്ടോ, നല്ലൊരു ദിവസം ആവട്ടെ. ഓക്കെ, ഹൻവർ റഹബ് ഓക്കെ. രാജി ഓക്കെ. കൃപ ഓക്കെ. അമ്പിളി സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ അമ്പിളിയെയും. ഓക്കെ, കാർത്തിക താങ്ക് യു. അശ്വതി ഓക്കെ. രാധിക താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ നോ നിവേദ, ഹാപ്പി ബർത്ത്ഡേ സാറിനോ നിവേദ? എന്റെ ബർത്ത്ഡേ അല്ല നിവേദ, നമ്മുടെ സരികയുടെ ധ്രുവൻ എന്ന് പറയുന്ന നമ്മുടെ എന്താണ് കുഞ്ഞുമോന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. എനിക്ക് ബർത്ത്ഡേ വിഷൊക്കെ തരുന്നു. ഓക്കെ, എന്നാലും ഇരിക്കട്ടെ, എനിക്ക് തന്നല്ലേ. ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷ് നിവേദിന്റെ വകയായിട്ടിരിക്കട്ടെ. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ്. ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ആക്കുവാണ്. ഓക്കെ, ഇനി കാണുന്നവരെ വണക്കം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോ അഡ്വാൻസ് സെക്കൻഡ് വിഷ് ബൃന്ദയുടെ വക രണ്ടാമത്തെ വിഷ്. ഈ വർഷത്തെ ആദ്യത്തെ വിഷയം കിട്ടി, രണ്ടാമത്തെ വിഷയം കിട്ടി, സന്തോഷം. റെക്കോർഡിംഗ് ക്ലാസ് വിഷ്ണു ഞാൻ ക്ലൗഡിലല്ല, ഞാൻ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രോസസ്സ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. പ്രോസസ്സ് ആകുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് ഷെയർ ചെയ്യാം കേട്ടോ, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോ സേഫേ, ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, താങ്ക് യു.